ജിമ്മി, ഒരുപാട് വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ പല വിവാദങ്ങൾക്കും അല്പായുസ്സായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ തന്നെ ഓർമ്മിക്കുന്നില്ല 6 മാസം മുമ്പ് പ്രതിപക്ഷം ഉന്നയിച്ചൊരു ആരോപണം എന്താണെന്ന്. എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പല ആരോപണങ്ങളും അവിടെ നിൽക്കും. ഇപ്പോൾ CMRL എക്സാലോജിക്കായിരുന്നു കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രധാന വിഷയം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിൽ N വാസുവിനെ ചോദ്യം ചെയ്തതാണ്. പ്രതിപക്ഷം ഇന്ന് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നു. കേരളം പറയും പിണറായി സർക്കാരിനോട് കടക്കൂ പുറത്ത് എന്നാണ് ഇന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെവിടെയാണ്? അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള വിമർശനമാണ് ഉയർത്തുന്നത്. ഈ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ തുണയ്ക്കുമോ, അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ സർക്കാരിനെ തുണയ്ക്കുമോ, തുണയാകുമോ? വിവാദങ്ങൾ ഏതിൽ ആരെ തുണയ്ക്കും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. നമ്മൾ സംസാരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല, തദ്ദേശമാണ്. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് വേണം ഇതിലേക്ക് വരാൻ. പക്ഷേ അതിനു മുമ്പ് വിവാദങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ എക്സാലോജിക്കൽ സാധനങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വാർത്തയുണ്ട്, എക്സാലോജിക്കൽ കേന്ദ്രത്തിൻ്റെ ആളുകൾ പെട്ടെന്ന് കോടതിയിൽ വരുന്നില്ല. എന്തുകൊണ്ടോ അവർ വരുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണ വിവാദത്തിൽ കോടതി ഏറ്റവും അവസാനം പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇതിൽ പങ്കുണ്ടെന്നാണ്. അതേസമയം മുമ്പുണ്ടായിരുന്ന പല വിവാദങ്ങളിലും ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ തിരിച്ചു പറയാം. അപ്പോഴാണ് അതിദാരിദ്ര്യ പ്രഖ്യാപനം വരുന്നത്. അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാർ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ തിരിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെയൊക്കെ അതിദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ടുവന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ഇതിൻ്റെ മുനയൊടിക്കുകയും ചെയ്യാം. സ്വർണ്ണക്കള്ള വിഭാഗത്തിൽ നമുക്കറിയാമല്ലോ, അത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള വടി തന്നെയാണ്. പിന്നെ PMCയുടെ കാര്യത്തിലാണെങ്കിൽ തൊട്ട് മുമ്പ് ഷാഫി ചാലിൽ നമ്മുടെ പരിപാടിയിൽ പറഞ്ഞതുപോലെ മോദിയുടെ പടം വെക്കുകയാണ്. നാണമില്ലല്ലോ, BJPയുടെ കൂടെയല്ലേ നിങ്ങൾ ചേരുന്നത്. അല്ല, ഷാഫി ചാലിയിൽ പറഞ്ഞതാണ് മോദിയുടെ പടം പ്രചരണമാണ് ഞാൻ പറഞ്ഞത്. പേരെന്തായാലും വേണം, PM ശ്രീ എന്ന് വേണം. മോദിയുടെ പടം വെക്കില്ലേ? ഞാൻ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി എന്നാണ് പറഞ്ഞത്. ഞാൻ എൻഡോസ് ചെയ്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം എങ്ങനെയാണ് കേന്ദ്രത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഒപ്പിട്ട് തെറ്റായി പോയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് വിവാദങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ഏത് കാലത്തെയും എന്ന പോലെ. കുറച്ച് കാലം മുമ്പ് UDF ഭരിക്കുമ്പോൾ എന്തായിരുന്നു? 2015 ആകുമ്പോഴേക്കും ഉമ്മൻചാണ്ടി സർക്കാർ വിവാദങ്ങളിൽ ആടി ഉലയുകയാണ്. അന്ന് കേരളത്തെ ഞെട്ടിച്ച വിവാദം ബാർക്കോഴയായിരുന്നു. അതിനുശേഷം സോളാർ വന്നു. സോളാറിൽ നമ്മൾ കേട്ട കഥകൾ, അതിൻ്റെ പിന്നാലെ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ അതിഭീകരമാണ്. എന്നിട്ട് 2015 തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഫലം? 2015 UDF ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായി തദ്ദേശത്തിൽ നില മെച്ചപ്പെടുത്തിയത്. 7 ജില്ലാ പഞ്ചായത്തുകൾ അവർ പിടിച്ചെടുത്തു. 7 BJP UDF ഒരു കാലത്തും ഇങ്ങനെ ഒരു സ്ഥിതി അവർ നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് 1991 ജില്ലാ പഞ്ചായത്ത് വരുന്നു, 1995 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം വരുന്നു. അന്നു മുതൽ ഇടതുമുന്നണിയുടെ തേരോട്ടമാണ്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയ ഒരൊറ്റ സ്ഥലം 2015 അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആരോപണങ്ങളുടെ ശയ്യയിൽ കിടക്കുന്ന സമയത്താണ്. ചുരുക്കത്തിൽ ഞാൻ പറയാൻ വരുന്നതാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു വിവാദവും താഴെത്തട്ടിൽ വോട്ടായി മാറാൻ പോകുന്നില്ല. അങ്ങനെയല്ല തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ നേടുക. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ എടുക്കൂ. തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM ചിത്രത്തിലില്ല. 102 ലോക്സഭാ വാർഡുകളിൽ CPM ചിത്രത്തിലേ ഇല്ല. അത് കഴിഞ്ഞ് തദ്ദേശം വരുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. നിയമസഭ വരുന്നു, BJP ഉണ്ട്, പക്ഷേ ഫൈറ്റ് കോൺഗ്രസും CPM തമ്മിലാണ്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ രീതിയിലാണ് പ്രതിഫലിക്കുക. അതിൽ തദ്ദേശം എല്ലാ കാലത്തും ഇടതുമുന്നണിക്കാണ് മേൽക്കൈ കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം 2015 എന്താ സംഭവിച്ചത്? 2015 ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് 50% സീറ്റ് എന്ന സംവരണം ഒരു സംവിധാനം വരുന്നത്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ CPM കരുതുമെന്നാണ് കരുതിയത്. പക്ഷേ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഒരുപാട് മേൽക്കൈ ഉണ്ടാക്കിയെന്നാണ് അന്ന് പല വിശകലനങ്ങളും വന്നു. അതിന് കണക്കുകളുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. തദ്ദേശ തലത്തിൽ ലോക്കൽ ലെവലിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇഷ്യൂസ് മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. പക്ഷേ കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു കാരണവശാലും ഈ വിവാദങ്ങളൊന്നും നിഴലിക്കാൻ പോകുന്നില്ല. അത് താഴെത്തട്ടിലുള്ള വേറെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് നിൽക്കുക. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ താഴെത്തട്ടിൽ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന നല്ല സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ പറ്റുന്നവർ ജയിക്കുകയും ചെയ്യും. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. അതോടൊപ്പം ഗ്രാസ് റൂട്ട് ലെവൽ ഏറ്റവും നല്ല പോലെയുള്ള രാഷ്ട്രീയ സംവിധാനമുള്ള, സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ സംവിധാനം മുന്നോട്ട് വരികയും ചെയ്യും.
എന്തുകൊണ്ടാണ് ഇടതുമുന്നണി 1995 മുതൽ ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇടതുമുന്നണിക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മേൽക്കൈ. എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി നടക്കുന്നു. 1995 മുതൽ നമ്മൾ 2025 എത്തുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദ്രവിച്ച് പോവുകയും അവിടേക്ക് BJP അടിച്ചടിച്ച് കയറുകയുമാണ് ചെയ്യുന്നത്. അത് നമുക്ക് തൃശ്ശൂർ അറിയാം, തിരുവനന്തപുരത്ത് അറിയാം. ഞാൻ പറയുന്നത് പൊതുവെ രാഷ്ട്രീയ ചിത്രമാണ്. തിരുവനന്തപുരത്തൊക്കെ കോൺഗ്രസിൻ്റെ അടിവേര് തന്നെ ഇളകിപ്പോയൊരു സാഹചര്യമുണ്ടായി. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പിലാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ സംവിധാനമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ചിലപ്പോൾ നിങ്ങൾക്ക് വേരോട്ടം ഉണ്ടാക്കാം. അതൊരു വേവാണ്. ഒരു പക്ഷേ സർക്കാർ വിരുദ്ധ വികാരം, അല്ലെങ്കിൽ സർക്കാർ അനുകൂല വികാരം, അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിലുള്ള വോട്ട്, ഇതെല്ലാമാണ്. പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഈ അടുത്ത കാലം വരെ എൻ ബ്ലോക്കായി BJPയെ തോൽപ്പിക്കാനായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പണ്ട് കോൺഗ്രസോ BJPയോ ആരും ജയിക്കാം എന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് താഴെ പോകുന്നൊരു സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ ഒരു കാലവും ഉണ്ടായിരുന്നു പണ്ട്. ഇതാണ് ചരിത്രം. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് പ്രാദേശിക തലത്തിൽ അവരുടെ കൗൺസിലർ ആരാണ് എന്നുള്ളതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അവരുടെ വാർഡ് മെമ്പർ ആരാണെന്നുള്ളതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി ആരാണെന്നുള്ളതാണ് തീരുമാനിക്കാൻ പോകുന്നത്. അവിടെ പ്രാദേശികമായ ഒരുപാട് പരിഗണനകളും രാഷ്ട്രീയ പാർട്ടികളുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനവുമാണ്. അവിടെ ഇടതുമുന്നണിക്കാണ് മേൽക്കൈ. ആ മേൽക്കൈ ഇത്തവണയും ഉണ്ടാകും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കോൺഗ്രസ് 2 തവണ അധികാരത്തിന് പുറത്തിരുന്നത് കൊണ്ട് അതിഭയങ്കരമായ ഒരു പോരാട്ടം കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആദ്യമായി അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, മേയറെ പ്രഖ്യാപിക്കുന്നു. എറണാകുളത്ത് ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ കണക്കുകൾ വരുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ മറ്റുള്ളവരെക്കാൾ മുമ്പേ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ കോൺഗ്രസ് ഒരു വലിയ മുന്നൊരുക്കമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് വോട്ടുണ്ടാകാൻ പോകുന്നത്. അല്ലാതെ വിവാദങ്ങൾ അത് നമ്മളെങ്കിലും സംസാരിക്കുകയുള്ളൂ. ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല. അടിത്തട്ടിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി, അതുപോലെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ, അതായിരിക്കും വിജയിയെ തീരുമാനിക്കുക. Meet the editors.